ഇവിടെ എന്ത് കറിയാണ് ഉണ്ടാക്കി വെച്ചാൽ ഉപ്പുമില്ല മുളകുമില്ല. അവള് എന്തിയവള് ഓ ടീം കണ്ടോണ്ടിരിക്കണവള്. നീ എന്ത് കറിയാണ് ഉണ്ടാക്കി വെക്കണത്? ഉപ്പുമില്ല മുളകുമില്ല. മനുഷ്യന്മാർക്ക് തിന്നാൻ വേണ്ടിയാണ് ഉണ്ടാക്കി വെച്ചേക്കണത്. കറിക്ക് എന്താ കുഴപ്പം? നല്ല കറിയാണല്ലോ. നല്ല കറി വായിലൊക്കെ കൊള്ളൂല. മര്യാദക്കൊക്കെ വെച്ചൂടെ? വീട്ടിലൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലേ? അതെ, ഞാൻ ഉണ്ടാക്കുന്ന കറിക്ക് ഒരു കുഴപ്പമില്ല. വേണമെങ്കിൽ തിന്നാ മതി. അല്ലെങ്കിലേ അവനോൻ പോയി അവനോന്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കി വെക്ക്. അയ്യടി, നീ വന്നേക്കാളും മുമ്പേ ഞാനാണ് ഉണ്ടാക്കിയത്. അവള് പറയണണ്ടില്ലേ? പിന്നെന്താണ്, ഇപ്പോഴും അങ്ങ് ഉണ്ടാക്കിക്കൂടെ? ഞാൻ വന്നെന്ന് പറഞ്ഞോണ്ട് അടുക്കളന്ന് ഒഴിഞ്ഞ എന്തിനാണ്? ആവശ്യമുണ്ടെങ്കിലേ പോയി ഉണ്ടാക്ക്. ഓ, ഈ മൂദേവി എന്ന് തോലെടുത്ത് കുത്തിയ മനുഷ്യന്റെ ദുരന്തമാണ്. ഓ, ഞാൻ എന്റെ കഷ്ടകാലത്തിലാണ് ഇന്ന് അരകം പിടിച്ച വീട്ടിലേക്ക് വന്ന് കയറിയത്. നീ വന്ന് കയറിയിട്ടാടി ഇതൊന്നും അരകോയത്. ഞാൻ വന്ന് കേറിയിട്ടല്ല, നിങ്ങൾ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ നിന്ന് അരകം ഒഴിക്കുള്ളൂ. ദേ എന്റെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട. ഭർത്താവിന്റെ അമ്മയൊന്നും ഞാൻ നോക്കൂല. നീ എന്നെ എന്ത് ചെയ്യോടി? നിങ്ങൾ എന്നെ എന്ത് ചെയ്യും അത് തന്നെ ഞാൻ തിരിച്ച് നിങ്ങളെ ചെയ്യും. രണ്ടും കൂടി വേഗം ചെല്ലി. അമ്മയും ഭാര്യയും കൂടി അംഗം തുടങ്ങിയിട്ടുണ്ട്. വേഗം ആട്ടെ. നിനക്ക് അത്ര അഹങ്കാരോ? എന്റെ മോൻ വരട്ടെടി, ഞാൻ പറഞ്ഞു കൊടുക്കണ്ട്. ഞാനും പറയുന്നുണ്ട്, കെട്ടുവാനെങ്കിൽ വരട്ടെ. നശിന്റെ വീട്ടിൽ നിന്ന് എനിക്ക് മതിയായി. രണ്ടും എടാ മോനെ, അതില്ലേ മതി. അമ്മ സംസാരിക്കണ്ട. അതില്ലേട്ടാ, നീയേ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. ഇതെന്താണ് ചന്തേ? നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇതെന്താണ്? പുറത്തെ ആൾക്കാർ കളിയാക്കാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് അത് മനസ്സിലാവൂല. പുറത്തിറങ്ങി നടക്കണേ ആണുങ്ങൾക്കാണ് അതിന്റെ നാണക്കേട്. മനസ്സിലായ? ഈ രാവിലെ മുതലേ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കുടുംബത്തേക്ക് കയറി വരുമ്പോ ഞങ്ങൾക്ക് തരേണ്ടത് എന്താണെന്നറിയാമോ? കുറച്ച് മനസ്സമാധാനമാണ്. അതിന് പകരം ഇവിടെ വരുമ്പോ രണ്ടും കീരിയും പാമ്പിനെ പോലെ തല്ലുപിടിക്കാണ്. സത്യം പറഞ്ഞാലേ ഈ കുടുംബത്തേക്ക് ഇപ്പൊ വരാൻ തന്നെ തോന്നണില്ല. ഈ വൈകുന്നേരം പണി കഴിഞ്ഞ് കുടുംബത്തേക്ക് കയറി വരുമ്പേ ഇങ്ങനെ രണ്ടൊരു തല്ലുപിടിക്കുന്നതിന് പകരം നല്ല സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഇരിക്കാന്നുണ്ടെങ്കിലേ എനിക്കത് ഏറ്റവും വലിയ സന്തോഷമായിരിക്കുള്ളൂ. അതിന് പകരം രണ്ടും കൂടി തല്ലുപിടിക്കാണ്. ശരിക്കും പറഞ്ഞാലേ നിങ്ങളെപ്പോലുള്ളവരെ ഇടയപ്പെട്ടേ ജീവിതം ഇല്ലാണ്ടാവണ ആരെന്നറിയാമോ? എന്നെ പോലുള്ള ഭർത്താക്കന്മാരാണ്. തല്ലുപിടിക്ക് ചാകു തമ്മിത്തല്ല്.